മുഴുവനായ നിലയിലില്ല. പലപ്പോഴും ഈ ശരീരഭാഗങ്ങളൊക്കെയാണ് ആന്റണി തുടരുക. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഷെരീഫ് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ഷെരീഫ്, ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്ര പേരാണുള്ളത്? അവർക്കുള്ള ഭക്ഷണം, വെള്ളം ഇതൊക്കെ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നിലവിൽ ഈ മേപ്പാടി പഞ്ചായത്തിൽ ഉള്ള നിലവിൽ 3-4 ക്യാമ്പുകൾ ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മൂപ്പൈനാട് പഞ്ചായത്തിൽ 2 ക്യാമ്പ് കൂടി പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ക്യാമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പൊ മൂപ്പൈനാട് പഞ്ചായത്തിൽ റിപ്പണിലും അതേപോലെ തന്നെ അരപ്പറ്റ സ്കൂളുകളിലുമായിട്ടാണ് 2 ക്യാമ്പുകൾ കൂടി ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ അവർ താമസിച്ചിരുന്ന പാടികളടക്കം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മൂപ്പൈനാട് പഞ്ചായത്തിലെ അരപ്പറ്റയിലും റിപ്പണിലും 2 ക്യാമ്പുകൾ കൂടി സജ്ജമാക്കിയത്. ഇവിടേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവശ്യവസ്തുക്കൾ ഇതെല്ലാം സംവിധാനിക്കുന്നതിനായി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഏകോപനമുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. ഈ പറയുന്ന 2 ക്യാമ്പുകൾക്ക് പുറമെ മേപ്പാടി പഞ്ചായത്തിലെ മറ്റുള്ള ഇപ്പം നിലവിലുള്ള 4-5 ക്യാമ്പുകൾ കൂടി സജീവമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പുറമെ ഈ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, അതായത് പോലീസ്, റെസ്ക്യൂ ടീം അംഗങ്ങൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളും ഇതിനു പുറമെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടേക്കെല്ലാം കൃത്യമായിട്ടുള്ള ഭക്ഷണം, മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായിട്ട് ജില്ലാ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾക്ക് പുറമെ നമ്മളെ വേദനിപ്പിക്കുന്ന കുറെ കാഴ്ചകളുമുണ്ട്. കാരണം വെച്ചാൽ ഓരോ ബോഡികളായിട്ട്, ഈ മൃതദേഹങ്ങളായിട്ട് ഈ പറയുന്ന മേപ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ, APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഓരോ മൃതദേഹങ്ങളായിട്ട് വരുമ്പോൾ അത് തങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും ആണോ എന്നുള്ള ഒരു ഭീതിയിൽ, അതായത് അവരാകരുതേ എന്നൊരു ഒരു ആശ്വാസം അവർ സ്വയം അങ്ങനെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പറയുന്ന മൃതദേഹങ്ങൾക്ക് അടുത്തേക്ക് വരുന്ന കാഴ്ച അത് ദയനീയമായൊരു രംഗം തന്നെയാണ്. കാരണം നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ ഈ ബന്ധുക്കളുടെ മുഖം, ചില മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് തിരിച്ചറിയുന്ന ആ ബന്ധുക്കളുടെ വികാരം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അങ്ങനെ 21ഓളം മൃതദേഹങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരുന്നു. ഈ 21 മൃതദേഹങ്ങളിൽ ഇപ്പോൾ തിരിച്ചറിയാനുള്ളത് മറ്റുള്ള എല്ലാം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതല്ലെങ്കിൽ അവരുടെ സമീപവാസികൾ വന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മറ്റുള്ള ഒരു 5 മൃതദേഹം കൂടിയാണ് ഇനി അവിടെ തിരിച്ചറിയാനുള്ളത്. ബാക്കിയുള്ള 102 മൃതദേഹങ്ങളാണ് ഈ മേപ്പാടി ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. 102 മൃതദേഹങ്ങളുടെ കൃത്യമായുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന മൃതദേഹങ്ങൾ ഈ 102 മൃതദേഹങ്ങൾ ഇനി 4-5 മൃതദേഹങ്ങൾ കൂടി ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ മൃതദേഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ താഴെ നിലമ്പൂർ ഭാഗത്തേക്ക് ഈ പറയുന്ന മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയിരിക്കുന്ന ആ മൃതദേഹങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെയും ലഭ്യമല്ല. പിന്നെ പല മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ ആ ഒരു ഭീതിതമായ സാഹചര്യത്തിൽ ഇവിടെ നിന്നും എങ്ങനെ മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിയും? അതേപോലെ ഇപ്പൊ കുറെ ആളുകൾ തങ്ങളുടെ ബന്ധുക്കളുടേത് ആരെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി ഇവിടെ നിന്ന് അവിടേക്ക് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകരുതെന്നും അവിടെ കൃത്യമായിട്ട് നമുക്ക് അതിനുള്ള സംവിധാനം ഒരുക്കാമെന്നും മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി കുറച്ചു മുമ്പ് നമ്മളോട് സംസാരിക്കണ്ടേ. അപ്പൊ ഈ ഒരു ഇത്തരം ഭീതിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വേളയിലാണ് ഇപ്പോൾ പറയുന്ന ഈ രക്തദാനം അടക്കമുള്ള, അതേപോലെ എന്താവശ്യങ്ങളുണ്ടോ രോഗി പരിചരണത്തിന് ആവശ്യമായുള്ള സംവിധാനങ്ങളും, അതേപോലെ ഈ ക്യാമ്പുകളിലേക്കുള്ള അവശ്യ വസ്തുക്കളുമായിട്ട് ഒരുപറ്റം ആളുകൾ, നല്ല മനസ്സുകളായ, അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിപ്പെടുന്നത് എന്നുള്ളൊരു ആശ്വാസം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഷെരീഫ്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തുന്നവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ്, മരുന്ന് സഹായമൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്? സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ആളുകളെ ഈ ക്യാമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്ന ഈ അരപ്പറ്റ സ്കൂളിൽ 85 കുടുംബങ്ങൾക്കാണ് അവിടെ താമസിക്കാൻ കഴിയുക. പക്ഷേ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ 100-ൽ പരം കുടുംബങ്ങളിലെ ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് റിപ്പൺ സ്കൂളിൽ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. എന്നാൽ
ഈ ക്യാമ്പിലേക്കും ആളുകൾ കൂടുതൽ വന്നു കഴിയുന്ന സാഹചര്യത്തിൽ പുതിയ പുതിയ ക്യാമ്പുകൾക്ക് സ്ഥലം കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ, അതായത് ഈ പറയുന്ന റോഡ് വഴി മാർഗങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന, അതേപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുന്ന, കുടിവെള്ളം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഭക്ഷണമോ കാര്യങ്ങളോ എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ ക്യാമ്പുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനു പുറമെ ഇതേ പ്രതിസന്ധി, കാരണം ദുരന്തം തൊട്ട് താഴെയാണ് നടന്നതെങ്കിലും ആ ദുരന്തത്തിന്റെ അനന്തരഫലം തങ്ങൾക്ക് കൂടി ബാധിച്ചിരിക്കുന്ന കുറെ കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളും കൂടി പുറത്തേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതായത് ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. 25ഓളം കുടുംബങ്ങൾ ഇന്ന് രാവിലെ ഒരു 11:30 കൂടി ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലത്തുനിന്ന് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പുഴ കടത്തുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തും കൃത്യമായിട്ട് ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന കുറെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ചതാണ് ഈ പറയുന്ന ആളുകളെ കരക്കെത്തിക്കാനോ അവരുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു ഭീതിതമായ ഒരു സാഹചര്യത്തിലുള്ള പല മേഖലകളും ഉണ്ട്. അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവരെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ജില്ലാ ഭരണ സംവിധാനങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരും നീങ്ങുന്നത്. ശരി ഷെരീഫ്, വരും മണിക്കൂറിലും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് തരുക. ആന്റണി ജിസ് ജോർജ് ഉണ്ട്. ആന്റണി, രക്ഷാപ്രവർത്തനം തുടരുന്നു, അതുപോലെ തന്നെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ നിരവധി പേർ ചികിത്സയിലുണ്ട്, ഇനിയും ഒട്ടനവധി ആളുകളെ കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനം ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബെയിലിപ്പാലം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മഴയുണ്ട്.